എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ വീഡിയോസ് എല്ലാം. നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് വണ്ടി സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. റോഡിൻ്റെ സൈഡിൽ ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, ഫസ്റ്റ് ഗിയർ ആക്കി, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുകയാണ്. ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ഹാഫ് ക്ലച്ച് ആക്കി ബ്രേക്കിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്യുന്നു. ഈ ഒരു മിറർ നോക്കി ബാക്കിൽ നിന്ന് വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തി, ഫ്രണ്ടിൽ നിന്ന് വണ്ടികളൊന്നുമില്ല. ഇപ്പോൾ ഇതാ ബാക്കിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഞാൻ എടുക്കാൻ തുടങ്ങുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഇതാ ഓക്കെ, ആ വണ്ടി പോയി. ഞാൻ ഇതാ പതിയെ വണ്ടി മുന്നോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. ഇനി ഇതാ ഞാൻ ആക്സലറേറ്റർ കൊടുക്കുന്നു. ആക്സലറേറ്റർ കൊടുത്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. മുമ്പ് നിന്ന് വണ്ടി വരുന്നുണ്ടോയെന്നും കൂടെ നിങ്ങൾ നോക്കണം. ക്ലച്ച് ഔട്ട് ഞാൻ ഇത് സെക്കൻഡ് ഗിയർ ആക്കി. എന്തിനാണ് മുമ്പെന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വഴിയിലൂടെ മുമ്പെന്ന് വണ്ടി വരില്ലല്ലോ എന്ന്. ആ ഒരു സൈഡിലൂടെ അല്ലേ വരുവാന്ന് തോന്നും. പക്ഷെ ചില വണ്ടികൾ ഓവർടേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതാണ് പറഞ്ഞത് മുമ്പിലും കൂടെ ശ്രദ്ധിക്കണമെന്ന്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മുമ്പിലും ശ്രദ്ധിക്കണം, ബാക്കിൽ നിന്നും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആക്സിലറേറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോയിൻ്റൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ വരും. ഇതാ ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി പോകുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം. സ്പീഡ് കൂട്ടി ഞാൻ ഇത് ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ആക്കുന്നു. അപ്പോൾ എൻജിൻ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ സ്പീഡ് കൂട്ടി ഞാൻ ഇതാ ഫോർത്ത് ഗിയർ ആക്കുന്നു. ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണുള്ളത്. ഒരു വളവുണ്ട് ഇവിടെ. ഞാൻ ഇതാ ഹോൺ അടിച്ചു, ബ്രേക്കിൽ കാല് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, കണ്ടില്ലേ? വളവെന്നൊക്കെ വേറെ വണ്ടികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫോർത്ത് ഗിയറിലാണുള്ളത്. ഞാൻ ഇവിടുന്ന് ഇതാ തേർഡ് ഗിയർ ആക്കുന്നു. ക്ലച്ച് ഓടി തേർഡ് ഗിയർ ആക്കി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചു. ഇതാ പതിയെ തിരിയുന്നു, കണ്ടില്ലേ? ഇനിയിപ്പോൾ നല്ലൊരു കയറ്റാണ്. ഞാൻ സ്പീഡ് കൂട്ടി ഫോർത്ത് ഗിയർ ആക്കിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ ആ ഒരു കയറ്റം കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഫിഫ്ത്ത് ഗിയർ ആക്കുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അധികം സ്പീഡൊന്നും ഇല്ല, വളവുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. എന്താ വളവ് എത്തുമ്പോൾ ഞാൻ ഗിയർ ഡൗൺ ചെയ്യും. ഇവിടെ ഞാൻ ഹോൺ അടിക്കുന്നു. ഇതാ ക്ലച്ച് ഔട്ട് തേർഡ് ഗിയർ ആക്കിയിട്ട് ഇതാ പതിയെ വളവ് തിരിയുന്നു. നോക്കി നിങ്ങൾ, കണ്ടില്ലേ? വളവ് തിരിഞ്ഞ് വീണ്ടും കയറ്റം തന്നെയാണ്. ഞാനിത് ഇവിടുന്ന് ഗിയർ ഡൗൺ ചെയ്യുന്നില്ല. ഇപ്പം ഈ ഒരു കയറ്റം കയറി പോകുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഞാൻ ആക്ച്വലി ഫിഫ്ത്ത് ഗിയർ ആക്കാതെ വന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ മാത്രമേ എനിക്ക് ഫോർത്ത് ഗിയറിലും തേർഡ് ഗിയറിലും ഒക്കെ ഇത് കയറി പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സെക്കൻഡ് ഗിയർ ആക്കേണ്ടി വന്നേനെ. അതെൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. ഇപ്പോൾ തേർഡ് ഗിയറിലാണ്. നോക്കിയേ, വലിയ വളവാണ്, കണ്ടില്ലേ? വളവ് ഇങ്ങനെ തിരിഞ്ഞു വന്നു തേർഡ് ഗിയറിൽ, കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു ബുദ്ധി അവിടേക്ക് ഉപയോഗിക്കുക. മാക്സിമം വലിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി വലിക്കൂല. സെക്കൻഡ് ഗിയറൊക്കെ ആക്കേണ്ടി വരും. അധികം സ്ലോ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നോക്കുക നിങ്ങൾ, ഒരു വളവാണ്. ഹോൺ അടിച്ച് പതിയെ വളവ് തിരിയുന്നു, കണ്ടില്ലേ? ഞാനിപ്പോൾ ഇതാ സ്പീഡ് കൂട്ടി ഗിയർ ചേഞ്ച് ചെയ്യുന്നു. ഫോർത്ത് ഗിയർ ആക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നോക്കുക നിങ്ങൾ, ചെറുതായിട്ടൊന്ന് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഇറക്കാണിത്. ഫോർത്ത് ഗിയറിൽ പതിയെ തിരിയുന്നു. ഇതാ ഇങ്ങനെ പോകുന്നു. ഫോർത്ത് ഗിയറിൽ പതിയെ തിരിഞ്ഞു പോകുന്നു. ഞാൻ ഇതാ ഗിയർ മാറ്റി ഫിഫ്ത്ത് ഗിയറിലേക്ക് ആക്കി, ക്ലച്ച് ഓട്ടിയിട്ട്. ഇനി ഇതാ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. ഫിഫ്ത്ത് ഗിയറിലാണ് പോകുന്നത്. ശ്രദ്ധിച്ച് പോകണം. നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഈ റോഡിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഫിഫ്ത്ത് ഗിയർ ആക്കിയത്. ഒരു 45 ആ ഒരു സ്പീഡിൽ മാത്രമേ ഞാനിപ്പോൾ ഉള്ളൂ. കൂളായിട്ട് പോകുന്നു. ഫിഫ്ത്ത് ഗിയറിൽ നമുക്ക് ഇങ്ങനെ പോവാം. നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നോക്കുക. രണ്ട് കൈയും സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ ഡ്രൈവ് ചെയ്യരുത്. ഈ ഒരു സൈഡ് നോക്കിയിട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുക. റോഡിൻ്റെ എത്ര സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ ഈ ഒരു മിററിലൂടെ മനസ്സിലാക്കാം. ഇനി അടുപ്പിച്ചിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിറർ നോക്കുക. ബോർഡർ ലൈൻ കൃത്യമായി നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ബോർഡർ ലൈൻ ഇല്ലാത്ത റോഡുകളാണെന്നുണ്ടെങ്കിലോ അതിപ്പോൾ ചില ആൾക്ക് സംശയം ഉണ്ടാവും. റോഡിൻ്റെ സൈഡ് നോക്കിയിട്ട് പോവാം നമ്മൾ. ബോർഡർ ലൈൻ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമുക്കിങ്ങനെ ചെക്ക് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഫിഫ്ത്ത് ഗിയർ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ നോക്കുക, ഞാൻ ഗിയറൊന്നും ചേഞ്ച് ആക്കിയിട്ടില്ല.
ഒരു മിനിമം സ്പീഡിൽ നമുക്ക് ഇങ്ങനെ പോവാം. ഹോൺ നിർബന്ധമായിട്ടും വളവുകളിലൊക്കെ അടിക്കുക. കുറച്ചൊന്ന് ഞാൻ റൈറ്റ് കീപ്പ് ചെയ്ത് വന്നു, കാരണം ഒരാളിങ്ങനെ നടന്നു വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. 5th ഗിയറിൽ തന്നെ ഉണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് വലിയൊരു വളവാണ്. 5th ഗിയറിൽ പോകുന്നത് സേഫ് അല്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ച് ഔട്ട് ചെയ്താൽ 4th ഗിയർ ആക്കി. 4th ഗിയറിൽ പോകുന്നു, ഹോൺ അടിച്ചു. ഹോൺ അടിക്കുന്നു. വലിയ വളവാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നോക്കുക. കണ്ടില്ലേ? ആ വളവ് തിരിയുമ്പോൾ നല്ലൊരു സ്പീഡിൽ വരരുത്. മിനിമം സ്പീഡിൽ വന്നിട്ട് പിന്നെ തിരിയുക. തിരിഞ്ഞു. നിങ്ങൾ നോക്കുക, ഇവിടുന്ന് റൈറ്റ് ടേൺ ആണ്. അതാ ഇങ്ങനെ ടേൺ ചെയ്തു. നമ്മൾ 4th ഗിയറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും ഒരു വളവ് തന്നെയാണ്. ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യുന്നില്ല. ചെറുതായിട്ടൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹോൺ അടിച്ചു. ഇങ്ങനെ സൈഡ് ചേർന്ന് തിരിഞ്ഞു. നോക്കി, നിങ്ങൾ എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. ഇതാ ഇവിടുന്ന് വലിയ വളവാണ്. ക്ലച്ച് ഔട്ട് ചെയ്യാൻ 3rd ഗിയർ ആക്കി. അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇവിടുന്ന് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കുക, ഞാനത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ലെഫ്റ്റാണ് പോകേണ്ടത്. സ്പീഡ് ഒന്നുകൂടെ കുറഞ്ഞു. 2nd ഗിയർ ആക്കി. 2nd ഗിയർ ആക്കിയിട്ട് പതിയെ പോകുന്ന ഒരു ഹാഫ് ക്ലച്ച് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, പതിയെ രണ്ട് സൈഡ് നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. ചെറിയൊരു ആക്സിലറേറ്റർ കൊടുത്ത് ഞാൻ ഇത് കറക്റ്റായിട്ട് തിരിയുന്നു. നോക്കി നിങ്ങൾ കണ്ടില്ലേ? ഇത് കറക്റ്റായിട്ട് തന്നെ തിരിയണം. അങ്ങോട്ടേക്ക് ആ മിഡിൽ ലൈൻ അപ്പുറത്തേക്ക് പോയിട്ട് തിരിയരുത്. സ്പീഡ് കൂട്ടി ക്ലച്ച് ഔട്ട് ചെയ്ത് 3rd ഗിയർ ആക്കി. കണ്ടില്ലേ? ഇപ്പോൾ 3rd ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ സ്പീഡ് കൂട്ടി 4th ഗിയർ ആക്കി. അപ്പോൾ 4th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? 4th ഗിയറിൽ ഇങ്ങനെ പതിയെ പോകുന്നു. ഇവിടെ ആക്ച്വലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5th ഗിയർ ആക്കാം. കുറച്ച് സ്പീഡിൽ പോയിട്ട് 5th ഗിയർ ആക്കാം. പക്ഷെ ഞാൻ ആക്കുന്നില്ല. മുമ്പിലൊരു സ്കൂട്ടി ഉണ്ട്. ഞാനതിന് ഓവർടേക്ക് ചെയ്തതിന് ശേഷം 5th ഗിയർ ആക്കാമെന്ന് വിചാരിക്കുന്നു. ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്തു. ഇനി ഞാനിതാ 5th ഗിയർ ആക്കുന്നു. സ്പീഡ് കൂട്ടി ക്ലച്ച് കൂട്ടി 5th ഗിയർ ആക്കി. 5th ഗിയറിൽ നമ്മളൊരു മീഡിയം സ്പീഡിൽ ഒരു 45 സ്പീഡിലൊക്കെയാണ് പോകുന്നുള്ളത്. ഇപ്പം കണ്ടില്ലേ? ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്. ഒരു സ്പീഡ് റേഞ്ചിൽ തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹോൺ അടിച്ചു. അവിടെ നിന്നൊരു വാഹനം വരുന്നത് കണ്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹോൺ അടിച്ചത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ഹോൺ അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലപ്പോൾ ഒരുപക്ഷെ അവർ മുന്നോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹോൺ അടിച്ചത്. 5th ഗിയറിൽ പോകുന്നു. ഇവിടെ ആക്ച്വലി സ്പീഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം നോക്കി പോകണം, ശ്രദ്ധിച്ച് പോകണം. 5th ഗിയർ ഉള്ളത് ഞാനൊന്ന് ഡൗൺ ചെയ്ത് 4th ഗിയർ ആക്കുന്നു. 4th ഗിയർ ആക്കിയിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ? ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ട് ഇവിടെ ശരിക്കും. ഇതാ ഒന്ന് റൈറ്റിലേക്ക് ലേശം എടുത്ത് ലെഫ്റ്റിലേക്ക് ആക്കി. അങ്ങനെയാണ് ചെയ്തത്. ഞാൻ വീണ്ടും സ്പീഡ് കൂട്ടി 5th ഗിയർ ആക്കുന്നു. ഇപ്പോൾ 5th ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.